ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻ്റൽ ഇവൻറ്റ്സ് ആൻഡ് മെൻ്റൽ ഒബ്ജക്ട്സ് എന്നുള്ള ഈ രണ്ട് കോൺസെപ്റ്റുകളാണ്. ഓണ്ടോളജിക്കൽ എൻജിനീയറിങ്ങിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ് ഈ മെൻ്റൽ ഇവൻറ്റ്സും മെൻ്റൽ ഒബ്ജക്റ്റും. അപ്പോൾ എന്താണ് മെൻ്റൽ ഇവൻറ്റ്സ്, എന്താണ് മെൻ്റൽ ഒബ്ജക്റ്റ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്തൊക്കെയാണ് എക്സാമ്പിൾസ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഓണ്ടോളജിക്കൽ എൻജിനീയറിങ്ങിനകത്ത് വളരെയധികം യൂസ് ചെയ്യുന്നതാണ് ഈ പറയപ്പെടുന്ന മെൻ്റൽ ഇവൻറ്റ്സും മെൻ്റൽ ഒബ്ജക്ട്സും. ആക്ച്വലി ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആസ്പെക്ട്സ് ഓഫ് കൊഗ്നിഷനാണ്. നമുക്കറിയാം, നമ്മളിതൊക്കെ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീനിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണല്ലോ നമ്മുടെ ഒരു ഫൈനൽ എയിം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാര്യവും മനുഷ്യൻ ചെയ്യുന്ന ആ എബിലിറ്റീസൊക്കെ മെഷീന് വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ തിങ്കിങ് എബിലിറ്റി കൊടുക്കണം. അതേപോലെ തന്നെ ഹ്യൂമൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മെഷീൻ ചെയ്യണം എന്നുള്ളതാണ് ഒരു മെയിൻ ഒരു എയിം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഡിസിഷൻ ടേക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് മനുഷ്യൻ്റെ വലിയൊരു ക്വാളിറ്റിയാണ്. ഡിസിഷൻ ടേക്കിംഗ്, എന്ത് പ്രോബ്ലം വരുമ്പോഴും അത് സോൾവ് ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഗ്നിഷൻ എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. അത് ആസ്പെക്ട്സ് ഓഫ് കോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കുന്നത് ബിക്കോസ് ഓഫ് സം ബിലീഫ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെർസെപ്ഷനോ ഡിസയറോ എന്തെങ്കിലുമൊക്കെ കാരണമായിരിക്കുമല്ലോ ഡിസിഷൻസ് എടുക്കുക. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഈ ആസ്പെക്റ്റ് ഓഫ് കൊഗ്നിഷൻ റെപ്രസെൻ്റ് ചെയ്യാനാണ് മെൻ്റൽ ഇവൻറ്റ്സും മെൻ്റൽ ഒബ്ജക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഓണ്ടോളജീസ് ഡിസൈൻ ചെയ്യാൻ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒന്നാണ് ഈ മെൻ്റൽ ഇവൻറ്റ്സും മെൻ്റൽ ഒബ്ജക്റ്റുകളും. അതിലൂടെയാണ് നമുക്ക് ഇൻ്റലിജൻ്റ് ഏജൻറ്റുകളെ ഡെവലപ്പ് ചെയ്യാൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, നോളജ് ബേസ്ഡ് സിസ്റ്റംസ് പ്രോസസ്സിങ്, ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻ്ററാക്ഷനൊക്കെ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റാൻ കഴിഞ്ഞത് ഈ ഓണ്ടോളജീസിലൂടെയാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ മെൻ്റൽ ഇവൻറ്റ്സ് മെൻ്റൽ ഒബ്ജക്റ്റ് എന്നുള്ള ഈ കോൺസെപ്റ്റുകളൊക്കെ യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെൻ്റൽ ഇവൻറ്റ്സ് എന്താണ് എന്ന് നോക്കാം. മെൻ്റൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ മൈൻഡിൽ പ്രോസസ്സ് ചെയ്യുന്ന സംതിങ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മൈൻഡിൽ ഒക്കർ ചെയ്യുന്ന സം മാറ്റേഴ്സ്. അതൊരു പക്ഷേ ടെമ്പറലാവാം, മെജോറിറ്റി ടെമ്പറലായിരിക്കും. ഇപ്പോൾ നമുക്കറിയില്ല, നമ്മളെ മനസ്സിൽ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ടെമ്പറലാണ്. കുറച്ച് ടൈം ഒന്നാണ് നമ്മളെ മൈൻഡിൽ. ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ആ ഒരു സംതിങ് വരിക, ചിന്തകൾ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബിലീഫ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു തോട്ട് ആയിക്കോട്ടെ, അത് കുറച്ച് സമയം ഉണ്ടാകും, കഴിഞ്ഞ് നമ്മൾ വേറൊരു മൈൻഡ് സെറ്റിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ വരുന്ന അതിനെയാണ് നമ്മൾ മെൻ്റൽ ഇവൻ്റ് എന്ന് പറയുക. അത് ടെമ്പറലായിരിക്കും. അതുപോലെ തന്നെ അത് സം കൈൻഡ് ഓഫ് ഇൻറ്റൻഷനാലിറ്റി അതിനകത്ത് ഉണ്ടായിരിക്കും, ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. അതായത് ദേ ആർ അബൌട്ട് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കുമല്ലോ നമ്മൾ തിങ്ക് ചെയ്യുക. ഇപ്പോൾ മനുഷ്യനായിക്കോട്ടെ മെഷീനായിക്കോട്ടെ, ഇപ്പോൾ AI അപ്ലൈ ചെയ്യുന്ന മെഷീൻ എന്താവണം? മനുഷ്യനെ പോലെ പ്രോസസ്സ് ചെയ്യണം, തിങ്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് മെൻ്റൽ ഇവൻറ്റ്സ് എന്ന് പറയുക. അത് ടെമ്പറലും ആണ്, ഇൻറ്റൻഷനലും ആണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ പേഴ്സൺ തിങ്കിങ് അബൌട്ട് എ പ്രോബ്ലം. ഒരു പേഴ്സൺ ഒരു പ്രോബ്ലത്തെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നത് ആക്ച്വലി മെൻ്റൽ ഇവൻ്റാണ്. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്യുന്നതോടുകൂടി ഒരു പ്രോബ്ലം വരുമ്പോൾ അത് തിങ്ക് ചെയ്ത് ഡെസിഷൻ എടുക്കാനുള്ളതാണ്. പിന്നെ ബിലീവിങ് ദാറ്റ് ഇറ്റ് വിൽ റെയിൻ ടുഡേ. നമ്മൾ വിശ്വസിക്കുകയാണെന്ന് എന്തായാലും മഴ പെയ്യും. നമ്മളിപ്പോൾ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ സറൗണ്ടിങ്സ് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കണം, എന്തായാലും മഴ പെയ്യും. അതാണ് ബിലീഫ്. പിന്നെ ഡിസൈഡിങ് ടു ബുക്ക് എ ഫ്ലൈറ്റ്. ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ തീരുമാനിക്കുക. അതൊക്കെ നമ്മുടെ മൈൻഡിലാണ് നമ്മൾ ആദ്യം തിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവൻ്റായി നടക്കുന്നത്. പിന്നെ റീകോളിങ് എ മെമ്മറി, എന്തെങ്കിലും ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? മെൻ്റൽ ഇവൻറ്റ്സ് എന്ന് പറയാം. നമുക്കറിയാം ഇതൊക്കെ ടെമ്പറലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇതെങ്ങനെയാണ് ഓണ്ടോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാറുക? ഓണ്ടോളജിൻ്റെ കേസ് വരുമ്പോൾ അത് ടെമ്പറലാണ്, പെർഡുറൻ്റ് എന്ന് പറയാൻ ഒരു കാലപരിധി ഉണ്ടായിരിക്കും അതിന്. ദേ ഒക്കർ ഓവർ ടൈം. അതൊരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമേ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മൈൻഡിലേക്ക് വരുള്ളൂ. പിന്നെ ഇൻറ്റൻഷനലായിരിക്കും. അതെന്തായാലും ഒരു ബിലീഫിൻ്റെയോ ഡിസയറിൻ്റെയോ എന്തെങ്കിലും സം ഒബ്ജക്റ്റിൻ്റെയോ ഒക്കെ ബേസിലാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഏജൻറ്റ് ഇൻവോൾവിങ് ആണ്. അതായത് നമ്മളുടെ മെൻ്റൽ ലൈഫ്, ആ ഏജൻറ്റിൻ്റെ മെൻ്റൽ ലൈഫിനായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് അത് നടക്കുക. അതായത് ഏജൻറ്റിൻ്റെ സറൗണ്ടിങ്സ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെൻ്റൽ ഇവൻ്റ് ആയിരിക്കും നടക്കുക എന്നാണ് അർത്ഥം. ഇനി മെൻ്റൽ ഒബ്ജക്റ്റിലേക്ക് പോകാം. മെൻ്റൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സം കണ്ടൻ്റാണ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ എന്നും നമുക്ക് പറയാം. അതായത് മെൻ്റൽ ഇവൻ്റ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന സം കണ്ടൻറ്റ് അല്ലെങ്കിൽ സം റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ മെൻ്റൽ ഒബ്ജക്റ്റ് എന്ന് പറയുക. ഇതിനകത്തും ബിലീഫിൻ്റെയും ഡിസയറിൻ്റെയും തോട്ടിൻ്റെയും കോൺസെപ്റ്റിൻ്റെയും ഐഡിയയുടെയും ഇമേജിൻഡ് തിങ്സിൻ്റെയും ഒക്കെ ബേസിലാണ് നമ്മൾ ഈ മെൻ്റൽ ഒബ്ജക്റ്റുകൾ ഉണ്ടായി വരുന്നത്.
ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് എ ബിലീഫ് ദാറ്റ് പാരീസ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്. എന്താണ്? പാരീസ് ഫ്രാൻസിൻ്റെ ക്യാപിറ്റലാണ്. അതൊരു കണ്ടൻറ്റാണ്, അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഇനി അടുത്തത് ആൻ ഐഡിയ ഓഫ് യൂത്തോപ്യൻ സിറ്റി. യൂത്തോപ്യൻ സിറ്റി എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ആ യൂത്തോപ്യൻ സിറ്റി എന്ന് പറയുന്ന കാണുന്ന ഒരു ഐഡിയ എന്താണ്? ഒരു കണ്ടൻറ്റാണ്. പിന്നെ റിമെമ്പേർഡ് ഇമേജ്, എന്തോ ഒരു ഇമേജ് മനസ്സിലേക്ക് റിമെമ്പർ ചെയ്ത് വരിക. പിന്നെ ഏജൻറ്റിൻ്റെ മൈൻഡിൽ എന്തെങ്കിലും ഗോൾ ഉണ്ടാവുക, എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവുക, അതൊക്കെ മനസ്സിൽ വരുന്ന എന്താണ്? ഒരു ഒബ്ജക്റ്റാണ്, ഒരു കണ്ടൻറ്റാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇതാണ് എക്സാമ്പിൾ. ഇനി ഓണ്ടോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഇതൊരു അബ്സ്ട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ നോൺ ഫിസിക്കലാണ്. അതായത് നമുക്ക് ഫിസിക്കലായിട്ട് കയ്യിൽ കിട്ടുന്ന കാര്യമൊന്നുമല്ലല്ലോ, നമ്മുടെ മനസ്സിൽ വരുന്ന എന്തോ ഒരു കണ്ടൻറ്റാണത്. പിന്നെ സ്റ്റാബിൾ ഓവർ ടൈം. ഇവൻറ്റുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും കൂടെ സ്റ്റാബിൾ ആയിരിക്കും. നമ്മൾ മറ്റേത് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ടെമ്പറായിട്ട് വരുന്നതാണെങ്കിൽ ഇവിടെ നടക്കുന്നത് കുറേ ടൈമിൽ അത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ കണ്ടൻറ്റ് ഇതാണ്, ഇന്നതാണ് എന്നുള്ളത്. മേ നോട്ട് കറസ്പോണ്ട് ടു ഫിസിക്കൽ റിയാലിറ്റി. പലപ്പോഴും എന്താവില്ല, ഫിസിക്കൽ റിയാലിറ്റിയുമായിട്ട് കറസ്പോണ്ട് ആവണമെന്നില്ല. പലതും ഇമേജിനറി ഒബ്ജക്റ്റുകളും തിങ്സൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അത് മെഷീനിലേക്ക് എന്ത് ചെയ്യാണ്? അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് മെൻ്റൽ ഇവൻറ്റും മെൻ്റൽ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. മെൻ്റൽ ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവിങ് സംതിങ്, എന്തെങ്കിലും ചില കാര്യങ്ങൾ ബിലീവ് ചെയ്യാണ്. മെൻ്റൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിലീഫ് കണ്ടൻ്റാണ്. എ പ്രൊപ്പോസിഷൻ ഓഫ് കണ്ടൻറ്റ് ഓർ ബിലീഫ് കണ്ടൻറ്റ് ആണ് മെൻ്റൽ ഒബ്ജക്റ്റ്. പിന്നെ മെൻ്റൽ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനിങ് എ സിനാരിയോ, ഒരു സിനാരിയോ തന്നെ ഇമാജിൻ ചെയ്ത് കൊണ്ടുവരും. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ മെൻ്റൽ ഇമേജ് ആവാം, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്റ്റഡ് സീൻ ആവാം. നമുക്ക് തന്നെ നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും സീനുള്ള കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല, അത് അങ്ങനെ സംഭവിക്കുക, അതിങ്ങനെ സംഭവിക്കുക. പ്ലാനിങ് എ ടാസ്ക്, അടുത്തെന്താണ്? ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുക. മെൻ്റൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഗോൾ ഓർ ഫ്യൂച്ചർ സ്റ്റേറ്റ്, എന്തെങ്കിലും ഒരു ഗോളോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും കാര്യം, അച്ചീവ് ചെയ്യുന്ന കാര്യം. പിന്നെ മെൻ്റൽ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ റിമെമ്പറിങ് എ ഫാക്റ്റ്, എന്തെങ്കിലും ഒരു ഫാക്റ്റ് ഇങ്ങനെ മനസ്സിലേക്ക് ഓടിച്ചു കൊണ്ടുവരുന്നതിന് മെൻ്റൽ ഇവൻ്റ് എന്ന് പറയും. മെൻ്റൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പോസിറ്റീവ് ഇവൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു മെമ്മറിയിലുള്ള എന്തെങ്കിലും ഒരു ഫാക്റ്റും ആവാം. ഇത്രയാണ് അത് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ളത്. ഇനി അടുത്തത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെൻ്റൽ ഇവൻറ്റിൻ്റെ എക്സാമ്പിളാണ് ബിലീവിങ് ദാറ്റ് ദ സ്കൈ ഈസ് ബ്ലൂ. ആകാശം നീല കളറാണെന്ന് ബിലീവ് ചെയ്യുക, വിശ്വസിക്കുന്നത് എന്താണ്? ഒരു മെൻ്റൽ ഇവൻ്റ്. അത് അങ്ങനെ തന്നെയാണ് എന്ന് നമ്മളെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരുന്നതിന് നമുക്ക് എന്ത് പറയാൻ കഴിയും? മെൻ്റൽ ഇവൻ്റ് എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കണം, മനസ്സിൽ ഇങ്ങനെ ആ ഒരു തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മെൻ്റൽ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ദ പ്രൊപ്പോസിഷൻ ദ സ്കൈ ഈസ് ബ്ലൂ. കാര്യം എന്താണ്? സ്കൈ ബ്ലൂ ആണെന്നുള്ള ഒരു കാര്യം, പക്ഷേ നമ്മൾ അതിലൂടെ ആകുലാതിപ്പെടുന്നതും വേവലാതിപ്പെടുന്നതൊക്കെയാണ് മെൻ്റൽ ഇവൻ്റായിട്ട് വരുന്നത്. ഇത്രയാണ് മെൻ്റൽ ഇവൻറ്റിനെ കുറിച്ചും മെൻ്റൽ ഒബ്ജക്റ്റിനെ കുറിച്ചും പറയാനുള്ളത്. നമ്മുടെ ഓണ്ടോളജിക്കൽ എഞ്ചിനീയറിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് മാറുന്നതെന്ന് വെച്ചാൽ മെഷീനിനെ നമ്മൾ മനുഷ്യനെ പോലെ ആക്കി മാറ്റുക എന്ന് പറയുമ്പോൾ അതിൻ്റെ തിങ്കിങ് എബിലിറ്റിയൊക്കെ മനുഷ്യനെ പോലെ ആക്കണം. അപ്പോൾ സറൗണ്ടിങ്ങിലെ കാലാവസ്ഥ കണ്ടിട്ട് വേണം ഇന്ന് ഫുള്ള് റെയിനാണ് എന്ന് ആർക്ക് തോന്നാൻ? മെഷീന് തോന്നാൻ. എന്നിട്ട് വേണം അതിനനുസരിച്ചുള്ള ടാസ്കുകൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മെൻ്റൽ ഇവൻറ്റിനെ കുറിച്ചും മെൻ്റൽ ഒബ്ജക്റ്റിനെ കുറിച്ചുമാണ്. ഇത് രണ്ടും ആസ്പെക്റ്റ് ഓഫ് കൊഗ്നിഷൻ്റെ ബേസിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സം മാറ്റേഴ്സാണ്. ഓണ്ടോളജീസിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഐഡിയോളജിയാണിത്. ഇൻ്റലിജൻ്റ് ഏജൻറ്റിനും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലും നോളജ് ബേസ്ഡ് സിസ്റ്റത്തിലും ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻ്ററാക്ഷനകത്തൊക്കെ ഇത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ മെൻ്റൽ ഇവൻറ്റ്സ് എന്താണ് എന്ന് പറഞ്ഞു, അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു, എക്സാമ്പിൾസ് പറഞ്ഞു, ഓണ്ടോളജിയിൽ വരുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു, പിന്നെ മെൻ്റൽ ഒബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു, എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ഓണ്ടോളജിക്ക് വരുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു, പിന്നെ മെൻ്റൽ ഇവൻറ്റ്സും മെൻ്റൽ ഒബ്ജക്റ്റുകളും നമ്മൾ കമ്പയർ ചെയ്തു, പിന്നെ എക്സാമ്പിളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കോൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.